അനിമോളുടെ പുറത്തു കൂടി അക്ബർ കയറി കിടന്നെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയം നടക്കുവാണത്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അതോ ടാസ്കിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ നടന്നത്? അനിമോള് പറയുന്ന രീതിയിൽ ആരോപണം ഭയങ്കര ശക്തമാണ്. കാരണം ഈ പറയുന്ന പോലെ പുറത്തു കയറി കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ നെഗറ്റീവാണ്. പക്ഷെ ടാസ്കിനകത്ത് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പുറത്തു കയറി കിടന്നു എന്ന് പറയുന്ന സാധനം അല്ല, വേറൊരു സാധനം ഉണ്ട് ഇതിനകത്ത്. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുമുണ്ട്, രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ട്. പറയുന്ന വെച്ച് നോക്കുമ്പോൾ പാവ ടാസ്ക് ആണെന്ന് വന്നിരിക്കുന്നത്. പാവ ടാസ്ക് ശരിക്കും ഈ പറയുന്ന പോലെ ഇവരുടെ ഇടയിൽ വഴക്കാക്കാൻ വേണ്ടി കൊടുത്ത സാധനം തന്നെയാണ്. ബിഗ് ബോസ് കാത്തിരുന്ന് വഴക്കും അടിയും പൊട്ടട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തത്. പൊട്ടുന്നുണ്ട്. പക്ഷെ ഇത് അനിമോളുടെ വേയിൽ നിന്ന് നമ്മളിതിനെ ഗെയിമായിട്ട് നോക്കുമ്പോൾ ഒരു വുമൺ കാർഡിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ അനിമോൾ പറയുന്നതിൽ കാര്യമുണ്ട്, നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അക്ബർ കുറച്ച് അതിനകത്ത് ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ലക്ഷ്മിയാണ് ഇതിനകത്ത് ഇടപെടുന്നത്. അനിമോൾക്ക് സംഭവിച്ച വിഷയത്തിൽ സാധാരണ ലക്ഷ്മിക്കുള്ള പോലെ സ്ഥിരം എന്തെങ്കിലും കാണും, കയറി കത്തും. ഭയങ്കരമായ അടിയാണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറായി അവിടെ അടി തുടങ്ങിയിട്ട് ഇതുവരെയും തീർന്നിട്ടുമില്ല, ടോപ്പിക്ക് മാറിയിട്ടുമില്ല. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ? 10:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, വീക്കിലി ടാസ്കിന്റെ 2ാമത്തെ ദിവസം ഇന്ന് പുതിയ ടാസ്കാണ് പാവശാസ്ത്രം. അതായത് ഈ പറയുന്ന പോലെ ചടുല നീക്കങ്ങളിലൂടെ വേണം നിങ്ങൾ ഈ 2ാമത്തെ റൗണ്ടുകൾ ജയിക്കാൻ വേണ്ടിയിട്ട്. കൺവെയർ ബെൽറ്റ് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ കറങ്ങി വരുന്ന കൺവെയർ ബെൽറ്റ് ഉണ്ട്. ഈ കൺവെയർ ബെൽറ്റിലൂടെ പാവക്കുട്ടിയുടെ ഒരു പാവയുടെ ഭാഗങ്ങൾ തല, കൈ, ഉടല് ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ട് പല ചിലപ്പോൾ കുറച്ച് തല വിടും, കുറച്ച് കൈ വിടും, ഉടൽ വിടും, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ കൺവെയർ ബെൽറ്റിൽ കൂടെ വിടും. ഈ കൺവെയർ ബെൽറ്റിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് മാക്സിമം തലയും കൈയും ഉടലും എല്ലാം ശേഖരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ പാവയെ നിർമ്മിക്കണം. ഏറ്റവും കൂടുതൽ പാവയെ നിർമ്മിക്കുന്നത് ആരാണോ അവരായിരിക്കും ഈ ടാസ്കിലെ വിജയി. ഓരോ പാവയ്ക്കും 5 പോയിന്റുകൾ വീതമാണ് കിട്ടുന്നത്. 3 റൗണ്ടുകൾ ഉണ്ടാവും. 3 റൗണ്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എത്ര പാവകൾ ഉണ്ടെന്ന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അതായത് ഇതിനിടയിൽ വെച്ച് അടിച്ചു മാറ്റാം എന്നൊരു ഇതാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. മാത്രമല്ല ഈ പോയിന്റുകളെല്ലാം കൂട്ടിയിട്ട് ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സിന്റെ കൂടെ ഇത് ആഡ് ചെയ്യും. സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കണ്ട എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇന്നലെ ബോളിന്റെ പോലത്തെ ശബ്ദം കേൾക്കുമ്പോഴാണ് നിങ്ങൾ വരേണ്ടത്, ഇന്ന് ചിരിയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് വരാനുള്ളതെന്ന് പറയുന്നു. അപ്പൊ ചിരി ശരിക്കും മറ്റേ അത്ഭുത ദ്വീപിലെ ഇട്ടുണ്ണാന്റെ ചിരിയില്ലേ, അതിന്റെ പകുതിയാണ് കേൾപ്പിക്കുന്നത്. നമ്മൾ കണ്ട് ചിരിച്ച് ചത്തുപോകും. അങ്ങനെ കൺവെയർ ബെൽറ്റിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവിടെ മുതലാണ് വഴക്ക് തുടങ്ങുന്നത്. ഒരു ഭാഗത്ത് നെവിൻ നിൽക്കുന്നുണ്ട്, ആരൻ നിൽക്കുന്നുണ്ട്, ലക്ഷ്മി നിൽക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ പുറകിൽ അനിമോളുണ്ട്, അനിമോളുടെ പുറകിൽ അക്ബർ നിൽക്കുന്നുണ്ട്. ഒന്നിലും ഇടപെടാതെ ഷാനവാസ് നോക്കി ഒന്നുപോലും അടിച്ചു മാറ്റുന്നില്ല. തൊട്ടപ്പുറത്തെ വശത്ത് അനീഷ്, ആദില, നൂറ, സാബുമാൻ ഇവരിത്രയാണ് അവിടെ നിൽക്കുന്നത്. രണ്ട് ഭാഗത്ത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയുടെ അങ്ങോട്ട് കയറാൻ പോകുന്ന അവിടെയാണ് കൺവെയർ ബെൽറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടാസ്ക് നടക്കുമ്പോൾ പാവകൾ ഇങ്ങനെ വരുമ്പോൾ അക്ബറിന് അത്യാവശ്യം നമുക്കറിയാം അതിനകത്തുള്ളിൽ ഏറ്റവും ശരീരം കൂടുതലുള്ളത് അക്ബറിനാണ്. അനിമോൾ നമുക്കറിയാം, അനിമോൾ ഇത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഈ ടാസ്ക് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ അനിമോൾ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതിനകത്ത് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, നീ ഇപ്പം നിൽക്കുന്ന കണ്ടിട്ട് മറ്റേ പോലെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അക്ബർ എന്ത് നീ അങ്ങനെ പറയുന്നത്, നീ ഇറങ്ങി പോടി, നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോടി എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ സാധനം, നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും പിറകിൽ വന്ന് പെമ്പിള്ളേർ നിൽക്കും, പയ്യന്മാർ വന്ന് ഇങ്ങനെ പിറകെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് പറ്റിച്ചേർന്ന് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതുപോലെ തോന്നുന്നു എന്നൊരു സാധനമാണ് ഇൻഡയറക്ട്ലി അനിമോൾ ഇവിടെ പറയുന്നത്. ആ വേർഡ് കറക്റ്റാ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജാക്കി വെച്ചെന്നോ അങ്ങനെ എന്തോ പറയും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ സാധനം. അപ്പോഴാണ് അക്ബർ ദേഷ്യപ്പെടുന്നത്. നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്, അത്ര നീ എന്തിനാ കടന്ന് ചിന്തിക്കുന്നത്, ഇറങ്ങിപ്പോടി ഈ ഗെയിമിൽ നിന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, അത് കഴിയുന്നു. അതൊന്നും അല്ല വിഷയം. അത് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ടാസ്ക് തുടങ്ങുമ്പോഴത്തേക്കും അക്ബറിന് നമുക്കറിയാലോ നല്ല ശരീരമുണ്ട്, അനിമോൾ ഇത്രേ ഉള്ളൂ. അപ്പൊ അക്ബറും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അക്ബറിന്റെ വെയിറ്റ് മൊത്തവും അനിമോളുടെ ദേഹത്ത് മാറിയാണ്. അനിമോൾ ഇത്രയല്ലേ ഉള്ളൂ, കുറച്ചല്ലേ, ചെറുതല്ലേ. അപ്പൊ അനിമോളുടെ പുറത്ത് ഈ വെയിറ്റ് മൊത്തം പറയുമ്പോൾ അനിമോളുടെ ദേഹമൊക്കെ ഭയങ്കര ചതഞ്ഞ് മുറിഞ്ഞ് ഭയങ്കര വിഷയമാവുന്നുണ്ട്. അപ്പം ഈ ടാസ്കിന്റെ ബേസിസിൽ അന്നേരം ഒന്നും വേണ്ടില്ല, അക്ബറേ ഇവിടെ എനിക്ക് വേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട്. അനീഷാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വാരുന്നു, കോരുന്നു, തുണിക്കകത്തിടുന്നു. എല്ലാവരും തുണിക്കകത്ത് പറക്കിയിടുന്നുണ്ട്. അപ്പോൾ ടാസ്കിന്റെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ ലക്ഷ്മി അനിമോൾ വിഷയം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ദേഹത്ത് വന്ന് മറിഞ്ഞു കിടന്നു. അപ്പോഴേ ലക്ഷ്മി ഇത്രയും കേൾക്കുന്നേ ഉള്ളൂ, അക്ബറേ നീ കാണിച്ചത് തെറ്റ്, സ്ത്രീകളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്,
1 മണിക്കൂറായി ഈ വിഷയം തുടങ്ങിയിട്ട്. ലക്ഷ്മി നീ ആ ചെയ്തത് ശരിയല്ല, തെറ്റാണ്, ഫെയർ ഗെയിം കളിക്കടാ, വൃത്തിയായിട്ട് കളിക്കടാ, മറ്റവനെ മറിച്ചവനെ നിന്റെ വെയിറ്റ് മൊത്തം അവളുടെ ദേഹത്ത് വീണു എന്നെല്ലാം പറയുന്നുണ്ട്. ശരിക്കും ഇതിനകത്ത് അനുമോള് പറയുന്നതിൽ ഒരു സത്യമുണ്ട്, അക്ബറിന്റെ ഭാഗത്തും സത്യമുണ്ട്. കാരണം അനുമോള് പറയുന്നത് എന്താണ്, എൻ്റെ ദേഹത്ത് വെയിറ്റ് വന്ന് മറഞ്ഞു, എനിക്ക് ഭയങ്കര വേദനിച്ചു, എൻ്റെ പുറത്തൂടെ അക്ബർ വന്ന് കിടന്നു. അത് ഉള്ളത് തന്നെയാണ്, അനുമോള് പറയുന്നത് ഉള്ളത് തന്നെയാണ്. അത് അനുമോളുടെ വശം. അക്ബറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്, അക്ബറിന് ഈ പറയുന്ന പോലെ കൺവെയർ ബെൽറ്റിൽ നിന്ന് ഇങ്ങനെ എത്തിയേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എത്തിയെടുക്കാൻ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുമ്പോൾ അക്ബറിന്റെ അത്രയും വലിയ ശരീരം അനുമോളുടെ ദേഹത്ത് ഇടുമ്പോഴത്തേക്ക് അനുമോൾക്ക് അങ്ങനെ തോന്നുന്നു, പക്ഷെ അക്ബറിന് അത് തോന്നൂല. അക്ബർ പുറകിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അക്ബറിന് അത് ആ ഫീല് വരത്തില്ല. നമ്മുടെ ദേഹത്ത് വേദനിക്കുന്നവനല്ലേ വേദനിക്കത്തുള്ളൂ, മുറിയുന്നവനല്ലേ വേദനിക്കത്തുള്ളൂ. അപ്പം അനുമോൾക്ക് ആ സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അക്ബർ ഉദ്ദേശിച്ച സാധനം അനുമോളെ ഇന്റൻഷ്യലി അങ്ങനെ ചെയ്തതല്ല, അക്ബർ എത്തി എടുത്തതാണ്. അതുകൊണ്ട് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തത് ഇനി അഥവാ അങ്ങനെ തോന്നുന്നുണ്ടോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, വേറൊരു ലെവലിൽ ഞാൻ വന്ന് കിടന്നതുമല്ല മറിഞ്ഞതുമല്ല, ഞാൻ വന്ന് എടുത്തതാണ്. ഈ സാധനം പറഞ്ഞിട്ട് ആര് കേൾക്കുന്നില്ല, അനുമോളെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അനുമോളെ ഡിഫെൻഡ് ചെയ്യുന്ന എപ്പോഴാണ്, ഈ ലക്ഷ്മി കയറി എല്ലാം കുളമാക്കി, നീ തെറ്റു, നീ ഇവിടെ അത് ചെയ്തു, ലക്ഷ്മിയുടെ സംസാരം കേട്ട വേറെ എന്തോ ഇവിടെ നടന്നു, സ്ത്രീകൾക്കെതിരെ ഇപ്പോൾ ആക്ടിവിസ്റ്റുകളെ കണക്കാണ് ലക്ഷ്മി ഇളകി വരുന്നത് ഈ വിഷയത്തില്. ഒരു പെണ്ണല്ലേ അവളുടെ അടുത്ത് ഇങ്ങനെ നീ കാണിക്കാമോ? അപ്പൊ പിന്നെ അനുമോളും കൂടി അതെ ഞാനൊരു സ്ത്രീയല്ലേ, കുറച്ചുകൂടെ മര്യാദയ്ക്കായിട്ട് പെരുമാറിക്കൂടെ. അപ്പം ലക്ഷ്മി നിനക്ക് ഇത്രയും ഹൈറ്റ് ഇല്ലേ, നീ അവളുടെ മുന്നിൽ എന്തിനു മറിഞ്ഞു വന്ന് കിടന്നു, നീ എന്തിനു കിടന്നു എന്ന് ചോദിച്ച് ഭയങ്കര വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2ാമത്തെ റൗണ്ടിന് വേണ്ടി എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ബിഗ് ബോസ് ബെല്ലും ഹോളൊന്നും ചിരിയൊന്നും അടിക്കുന്നൊന്നുമില്ല. അവിടെ കിടന്ന് വീണ്ടും ഈ പറഞ്ഞ അനുമോള്, ലക്ഷ്മി, അക്ബർ ഈ വഴക്ക് തന്നെ കണ്ടിന്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരു സോറി പോലും പറഞ്ഞില്ല അക്ബറെ, ഇവരുടെ അടുത്ത് ഒരു സോറി പറഞ്ഞു. ഞാൻ എന്തിനു സോറി പറയുന്നത്, ഞാൻ വല്ലതും ചെയ്താ, ഞാൻ എന്ത് സോറി പറഞ്ഞു? അക്ബർ മാറി. ഇത്തവണ അനുമോള് നിൽക്കുന്ന ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണ്. കാരണം വേണ്ട, ഇനിയിപ്പോ പണിയൊന്നും നടക്കണ്ട. അപ്പോഴത്തേക്കും ആദിലെ നൂറയും കൂടെ അവർക്ക് മനസ്സിലാവുന്നു ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാണ്, അനീഷിനാണ്. അപ്പൊ നമുക്ക് അനീഷ് ഏട്ടനെ ആർക്കെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുത്തു. അപ്പൊ അനീഷ്, എന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചു കിട്ടും. പക്ഷെ ഈ ടാസ്ക് ഭീതിജനകരമായ ഒന്നാണെന്ന് മനസ്സിലാക്കി ഷാനവാസ് എന്ത് ചെയ്യുന്നു, കൺവെയർ ബെൽറ്റിന്റെ അറ്റത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നെ കിട്ടത്തില്ല, എനിക്ക് എൻ്റെ മുഖമൊക്കെ എന്ത് ചെയ്യണം, അടുത്ത സീരിയലിനൊക്കെ പോകാനുള്ളതാണ്. ആ മെന്റാലിറ്റിയിൽ എന്ത് ചെയ്യുന്നു ഷാനവാസ് ഇതിലൊന്നും ഇടപെടുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അവിടെ പൊരിഞ്ഞാടി ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ 2 മണി വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റുകളായിട്ട് വരാം. അനുമോള് പറഞ്ഞ കാര്യത്തിലും ഒരു സത്യമുണ്ട്, എന്നാൽ അക്ബർ അത് ഇന്റൻഷ്യലി ചെയ്തതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുമോൾക്ക് വെയിറ്റ് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അനുമോൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ, റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനായാലും നിങ്ങളായാലും അങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ അവിടെ അക്ബറും ഈ പറഞ്ഞ പോലെ അനുമോനെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, പാവ എടുക്കുന്നതിനിടയിൽ കൂടി പറ്റുന്ന സംഭവമാണ്. സോ അതിനെ ഗെയിമിന്റെ പാർട്ടായിട്ട് കാണുക. അനുവിന്റെ ഭാഗവും അക്ബറിന്റെ ഭാഗവും ഗെയിമിന്റെ പാർട്ടായിട്ട് കാണുക. നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്ത് വിടരുത്. 2 പേർക്കും ലൈഫ് ഉള്ളതാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.